അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ഏപ്രിൽ 12 ഞായർ കരുണയുടെ തിരുനാൾ. തിരുവസ്തുരൂപനായ ഈശോയെ ഈ ദിനം ഈശോയോടൊപ്പം എന്ന ദൈവികൻ ആരാധനയിൽ ഈ പ്രഭാത ആരാധനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ തിരുവസ്തുരൂപനായ ഈശോയെ ഞങ്ങൾ അങ്ങയുടെ കരുണയുടെ തിരുനാൾ ഇന്ന് സമുചിതമായി ആഘോഷിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുത്ത് ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ തമ്പുരാനിൽ നിന്ന് വലിയ വലിയ കരുണകൾ സ്വന്തമാക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഓരോ പാപമേഖലയിലും കുടുംബത്തിൽ വന്നുപോയ പാപമേഖലയിലേക്ക് ദൈവമേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ കൂടുതൽ കൃപയും അഭിഷേകവും അനുഗ്രഹവും വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് യേശുവേ നമുക്ക് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവം കരുണയോട് ചേർത്ത് പിടിക്കുന്ന ദൈവം, ഈ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം. ഈ ദിവസം ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുവസ്തുരൂപനായ ഈശോയെ നമുക്ക് കരുണയോടെ നോക്കാം. ഈശോയെ ഞാൻ കരുണയോടെ നോക്കുമ്പോൾ എൻ്റെ ദൈവം കരുണയോടെ എന്നെ നോക്കുന്ന സമയം. ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ ഈ ദൈവം ചെയ്തു തരുന്ന, ദൈവം പ്രവർത്തിക്കുന്ന എല്ലാവിധ കരുണകളെയും ഓർത്ത്, ദൈവത്തിൻ്റെ കരുണയുടെ വലിയ വലിയ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഈ കരുണയുടെ തിരുനാൾ ദിനം ദൈവം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ഓ ദൈവമേ, ഞങ്ങൾ ആ സന്ദേശം തിരിച്ചറിയുക. തൂബിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാം വചനം ഇപ്രകാരം പറയുന്നു: നിനക്ക് ശുഭം ഭവിക്കാൻ നിയമങ്ങളും പ്രമാണങ്ങളും നീ പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യവും ശുഭമായി മാറാൻ നമ്മുടെ പഠന മേഖല, നമ്മുടെ ജോലി അധ്വാന മേഖല, നമ്മുടെ ആത്മീയ മേഖല, ശുശ്രൂഷ മേഖല, നമ്മുടെ ഈ കുടുംബ ജീവിതം, നമ്മുടെ പൗരോഹിത്യ സമർപ്പിത വിളി, ഇതെല്ലാം ഒരു ശുഭമായി മാറാൻ വേണ്ടി തൂബിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാം വചനം പറയുക: നിനക്ക് ശുഭമായി മാറാൻ, നിനക്ക് ശുഭം സംഭവിക്കാൻ, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടി വർത്തിക്കാനാണ് വചനം പറയുക. ഈ ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും തിരുവചനം പറയുന്നത് നമുക്ക് ശുഭമായി എല്ലാം ഭവിക്കാൻ വേണ്ടി നമ്മൾ കരുണയുടെ ഒരു മകൻ മകളായിട്ട് മാറണം. ഈ ദൈവം കരുണയുടെ ദൈവമായതുപോലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ വാർദ്ധക്യമെന്ന മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജീവിതമങ്ങാലിയോട് കരുണ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട്, അധികാരികളോട്, സഹപ്രവർത്തകരോട് ഞാൻ കരുണ കാണിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് കരുണയുടെ ഒരു മുഖമുണ്ട്. ദൈവം കരുണയുള്ള ദൈവമായിരിക്കുന്നത് പോലെ ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ ദൈവമായ കർത്താവ് നമ്മുടെ മുമ്പിൽ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം: മക്കളെ, നിങ്ങളും കരുണയായിട്ട് മാറണം കേട്ടോ. നിന്റെ ജീവിതത്തിലെല്ലാം ശുഭം ഭവിക്കാൻ വേണ്ടി നീ നിയമങ്ങളും പ്രമാണങ്ങളും പാലിക്കാൻ മാത്രം പോരാ, നീ ഒരു കരുണയുടെ ഒരു വ്യക്തിയും കൂടി ആയിട്ട് മാറണം. യേശുവിൻ്റെ കരുണയുടെ തിരുനാൾ ദിനം, ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ ഈ തിരുനാൾ ദിനത്തിൽ ദൈവമേ, അങ്ങ് കരുണയുടെ ദൈവമായിരിക്കുന്നത് പോലെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ഉറ്റവരും കരുണയുടെ മകൻ മകളായി മാറാൻ വേണ്ടി ആഗ്രഹിച്ച് കരുണയുടെ ഒരു ശൈലി കിട്ടാൻ വേണ്ടി, കരുണയുടെ സ്വഭാവം കിട്ടാൻ വേണ്ടി, കരുണയുടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി, കരുണയുടെ സംസാര ശൈലി കിട്ടാൻ വേണ്ടി, കരുണയുടെ പ്രവൃത്തി കിട്ടാൻ വേണ്ടി ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എൻ്റെ ദൈവമേ എൻ്റെ മേൽ കരുണയാകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ഒരു കൃപ കിട്ടാൻ വേണ്ടി, ശൈലി കിട്ടാൻ വേണ്ടി ഇരുകരമുയർത്തി സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ
ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന. എൻ്റെ ഒരു മേഴ്സി. വളരെ വർഷങ്ങളായി ഞങ്ങൾ ഉത്തർപ്രദേശിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 സാക്ഷ്യങ്ങളാണ് പറയുവാനുള്ളത്. ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾക്ക് 5 വർഷമായിട്ടുള്ള വിവാഹ തടസ്സം മാറിയതിന് ഈ സാക്ഷ്യം പറയുന്നത്. മകളുടെ വിവാഹം നടക്കണമെന്ന നിയോഗവുമായി ഞാൻ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. ധ്യാനാവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേലച്ചനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ 90 ദിവസം ജപമാല ചൊല്ലണമെന്നും വെഞ്ചരിച്ച വെള്ളം കുടിക്കണമെന്നും അറിയിച്ചു. സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഡൽഹി ബുറാഡിയിൽ വെച്ച് ജോർജി പള്ളിക്കുന്നേലച്ചൻ നയിച്ച റൂഹാഭിഷേക കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുകയും 5 വർഷമായി മകളുടെ വിവാഹ തടസ്സമാണെന്നും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. 90 ദിവസം ജപമാല ചൊല്ലണമെന്നും 2 വിവാഹമല്ലേ നടക്കേണ്ടതെന്ന് അച്ഛൻ എന്നോട് ചോദിക്കുകയും ചെയ്തു. അതേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മകളുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ 2 മക്കളുടെയും വിവാഹകാര്യം പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. 85-ാം ദിവസം മകളുടെ വിവാഹം ഉറപ്പിച്ചു. 2025-ൽ തന്നെ 2 മക്കളുടെയും വിവാഹം നടന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, 4 വർഷമായി എൻ്റെ ഉള്ളം കൈയുടെ 2 വശത്തും അലർജിയായിരുന്നു. ഡോക്ടറെ കണ്ടെങ്കിലും കുറഞ്ഞില്ല. ഞാൻ ഓൺലൈനായി ശനിയാഴ്ചയിലെ റൂഹാഭിഷേക കൺവെൻഷനിൽ ആരാധനാ സമയത്ത് കൈകളുയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ ഈ അലർജി മാറുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എൻ്റെ അലർജി പൂർണ്ണമായും മാറി. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ നൽകിയ ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം